ലോക നേതാക്കളെയും വിശ്വാസികളെയും സാക്ഷിയാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യതയിൽ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിലേക്കെത്തിയ ലോക നേതാക്കളടക്കം 2 ലക്ഷം പേർ ചടങ്ങിന് സാക്ഷിയായി. ലോകത്തിനു മുന്നിൽ ജീവിതവും മരണവും മാതൃകയാക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പ വിട പറയുമ്പോൾ വത്തിക്കാൻ ഇനി 9 ദിവസം ദുഃഖാചരണത്തിലാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനി ഓർമ്മ. ലോക നേതാക്കളെയും വിശ്വാസികളെയും സാക്ഷിയാക്കി ലോകം മാർപ്പാപ്പയ്ക്ക് യാത്രാമൊഴി നൽകി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ത്യൻ സമയം 1:30 ആരംഭിച്ചു. ചടങ്ങുകൾക്ക് മുന്നോടിയായി ആദ്യം ദിവ്യബലി നടന്നു. സകല വിശുദ്ധരോടുമുള്ള പ്രാർത്ഥന. തുടർന്ന് സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിലെ ദിവ്യബലി. തുടർന്ന് ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള സെന്റ് മേരീസ് ബസലിക്കയിൽ ഖബറടക്കം. സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിലെ ചടങ്ങുകൾ പൂർത്തിയായതോടെ വത്തിക്കാനിൽ 9 ദിവസത്തെ ദുഃഖാചരണം ആരംഭിച്ചു. ചത്വരത്തിലേക്ക് വിശ്വാസികളുടെ നിലയ്ക്കാത്ത ഒഴുക്കായിരുന്നു. സുരക്ഷ മുൻനിർത്തി വൻ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. 170 ലോകരാജ്യങ്ങളുടെ നേതാക്കൾ ചടങ്ങിന് സാക്ഷിയായി. 2 ലക്ഷത്തിലധികം പേർ ചടങ്ങിൽ പങ്കെടുത്തു. കാർഡിനൽ ജിയോവാനി ബാറ്റിസ്റ്റ റേ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഭാര്യ മെലാനിയ ട്രംപ്, യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലനി, ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, യൂറോപ്യൻ പാർലമെന്റ് പ്രസിഡന്റ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് എന്ന് തുടങ്ങി ലോക നേതാക്കൾ ചടങ്ങിന് സാക്ഷിയായി. ചടങ്ങിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും കൂടിക്കാഴ്ച നടത്തി. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ വച്ചാണ് ഇരുവരും കണ്ടുമുട്ടിയത്. ഈസ്റ്ററിന് വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ തൊട്ടടുത്ത ദിവസമാണ് ലോകത്തോട് വിട പറഞ്ഞത്. ലോകത്തിന് മുന്നിൽ സ്വന്തം ജീവിതം കൊണ്ട് മാതൃകയായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒടുവിൽ യാത്രയാകുമ്പോൾ ആ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള നീക്കത്തിലേക്ക് കടക്കുകയാണ് വത്തിക്കാൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.